ഹായ് വെൽക്കം ബാക്ക്. ഇതൊരു 1v2 ആണേ. അവന്മാർക്കറിയാം ഞാനിവിടെ നിൽക്കണ്ടെന്ന്, പക്ഷേ എൻ്റെ കറക്റ്റ് പൊസിഷൻ മനസ്സിലായിട്ടില്ല. എന്നാലും അവന്മാർ ഇപ്പം എന്നെ പുഷ് ചെയ്യൂട്ടാ. അപ്പോൾ നെക്സ്റ്റ് ചെറിയൊരു സ്പ്രേ ആണേ. ഒരുത്തനടിച്ചു, ഇനി ഒരാളും കൂടി ഉണ്ട് ബാക്കി. അവൻ്റെയിലും ഷോട്ട് ഗണ്ണ് തന്നെ ഇരിക്കണം. ഞാൻ ഇവിടെ നൈസായിട്ട് മേലെ കയറി പോയതാ. അപ്പം തന്നെ ആശാൻ നേരെ താഴേക്ക് എടുത്തിയാടി. വലിയ കുഴപ്പമില്ലാതെ പോയിക്കൊണ്ടിരുന്നൊരു കളിയായിരുന്നു. പക്ഷേ ഒരു ട്വിസ്റ്റ് ഉണ്ട് കേട്ടോ. നെക്സ്റ്റ് ഒരു സ്പ്രേ ആണേ. ഇത് നമ്മുടെ അപ്പാർട്ട്മെന്റിലെ 1v4 സിറ്റുവേഷൻ ആണേ. ഇവിടെ കയ്യിലൊരു അടിപൊളി കണ്ണുണ്ട്, MG3. പക്ഷെ അതേപോലെ തന്നെ സെക്കൻഡ് ഗണ്ണായിട്ട് ടാപ്പാണ് ഇരിക്കണേ. ഉമാരിപ്പോൾ ഒരു വിചാരിച്ചിട്ട് ഒരു രക്ഷയില്ല. ഇപ്പോൾ ഒരു ഇതും വന്ന് ഒരു മോളിയിടും. അപ്പം തന്നെ ഞാൻ നേരെ എസ്കേപ്പ് അടിക്കും താഴേക്ക്. ഞാൻ പറഞ്ഞില്ലേ, സെക്കൻഡ് കണ്ട് ടാപ്പ് ആയതുകൊണ്ട് പിന്നെ വെറുതെ റിസ്ക് എടുക്കണ്ടല്ലോ എന്ന് വിചാരിച്ച് നേരെ താഴേക്ക് എടുത്തിയാടി. അങ്ങനെ 3 പേര് നോക്കായിട്ടുണ്ട്. ഇനി ഒരുത്തരും കൂടി ഉള്ളൂ. അവൻ നേരെ ഇപ്പം തന്നെ മേലേക്ക് കയറും. ആശാൻ നേരെ മേലേക്ക് കയറിയിട്ടാ. അപ്പോൾ നെക്സ്റ്റ് ഫെയിൽഡ് 1v3 ആണ്. എന്തായാലും കണ്ടു നോക്കൂ. ഇത് ലാസ്റ്റത്തെ ക്ലിപ്പാണ്. നമ്മുടെ ഇവന്റിലെ ഒരു 1v3 ആണ്. അതും ഫെയിൽഡ് ആണ്. എന്തായാലും കണ്ടു നോക്കൂ. അങ്ങനെ 2 എണ്ണത്തിന് അടിച്ചു. ഇനി ഒരുത്തനും കൂടി ഉണ്ട് കേട്ടോ. അവനാണെന്നുണ്ടെങ്കിൽ മേലെ ക്യാമ്പ് ചെയ്ത് നിൽക്കുന്നുണ്ട്. ഇതാണ് ഏറ്റവും വലിയ ശോകം പരിപാടി. മേലേക്ക് നിന്ന് കഴിഞ്ഞാൽ എങ്ങനെ അടിക്കാനാ? നമ്മൾ നിൽക്കുമ്പോൾ നല്ല രസമാണ്, പക്ഷേ എനിമി നിൽക്കുമ്പോൾ അത്ര രസമില്ല. അവൻ അടിച്ചതായിരുന്നു. സെൽഫ് റിവൈവ് ഉള്ളതുകൊണ്ട് പിന്നെ രക്ഷപ്പെട്ടു പോയി. നൈസായിട്ട് ലൊക്കേഷൻ മാറിയിട്ടുണ്ട് കേട്ടോ.
വീഡിയോ കഴിയാറായി. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട ഉറപ്പായിട്ടൊന്ന് ലൈക്ക് ചെയ്യുക, പറ്റാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ കാണാം.